ഇപ്പം എന്തുകൊണ്ടാണ് ബാംഗ്ലൂരും അതേപോലെ കേരളവും തമ്മിൽ ഒരു ചേഞ്ച് ഉണ്ടെന്ന് നമ്മൾ സ്റ്റുഡൻസിനോടും പാരൻസിനോടും നമ്മൾ പറയുന്നുണ്ടല്ലോ. നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളെ സ്റ്റുഡൻസിനോടും പാരൻസിനോടും ബാംഗ്ലൂരും കേരളവും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നത്? അത് എന്താ വെച്ചാൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കമ്പനികൾ ബേസ്ഡ് ആയിട്ടുള്ള ബാംഗ്ലൂരാണ്. ഇപ്പൊ ഇന്ത്യയുടെ IT ക്യാപിറ്റൽ എന്ന് പറയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കമ്പനികൾ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കോളേജിൽ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ പഠിക്കുന്ന സെയിം കോഴ്സ് തന്നെ ബാംഗ്ലൂരിൽ തന്നെ അതേ കോഴ്സിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസോട് കൂടി കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് എക്സ്പീരിയൻസോട് കൂടി കഴിഞ്ഞിറങ്ങാൻ പറ്റും. ഇതാണ് ബാംഗ്ലൂരിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളത്. കാരണം പഠനത്തോടൊപ്പം തന്നെ പഠിക്കുന്ന ആ ഒരു ടോപ്പിക്ക് തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കഴിഞ്ഞിറങ്ങുന്നതോടുകൂടി തന്നെ ഹൈ സാലറികളിൽ നേരിട്ട് കമ്പനികളിലേക്ക് പ്ലേസ് ആവാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് നമ്മുടെ നാട്ടിനേക്കാളേറെ ബാംഗ്ലൂർ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ പറഞ്ഞാൽ ബാംഗ്ലൂരിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മൾ അവിടേക്ക് പോയാൽ തിരിച്ച് വരാൻ കഴിയാത്ത രീതിക്ക് അത്രമേൽ ഇമോഷണലി ഒരു കണക്ട് ആവുന്ന ഒരു പ്ലേസ് കൂടിയാണ് ബാംഗ്ലൂർ.